ഹലോ, എല്ലാവർക്കും നമസ്കാരം. സേഫ് ഹോം ജർമ്മനിയിലേക്ക് സ്വാഗതം. ജർമ്മനിയില് ജോലി കിട്ടിയാല് പലരും ആദ്യം നോക്കുന്നത് എന്താണ്? സാലറി. ഓഫർ ലെറ്ററിൽ എഴുതിയിരിക്കും 4000 യൂറോ. അപ്പോ എല്ലാവരും സന്തോഷിക്കും. പക്ഷെ ആദ്യം സാലറി വന്നപ്പോ ബാങ്ക് അക്കൗണ്ടിൽ വന്നത് കുറവായിരിക്കും. അപ്പോ ചോദ്യം തുടങ്ങും, എന്റെ കാശ് എങ്ങോട്ട് പോയി? നിന്നെ എംപ്ലോയർ ചതിച്ചോ? ജർമ്മനിയിൽ ഇത്രയും ടാക്സ് വാങ്ങോ? ഇന്നത്തെ ഈ ലൈവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ട് ടാക്സ് അടയ്ക്കണം, സാലറി സ്ലിപ്പ് എങ്ങനെ വായിക്കാം, ഗ്രോസ് സാലറി എന്താണ്, നെറ്റ് സാലറി എന്താണ്, ടാക്സ് ക്ലാസ് എന്താണ്, സോഷ്യൽ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നൊക്കെ. ഞാൻ അഡ്വക്കേറ്റ് സജിൻ, സേഫ് ഹോം ജർമ്മനിയിലേക്ക് വീണ്ടും സ്വാഗതം. ജർമ്മനിയിൽ ജോലി ചെയ്യാൻ പോകുന്ന എല്ലാവരും നിർബന്ധമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ടാക്സ്. കാരണം ഓഫർ ലെറ്റർ നോക്കി മാത്രം തീരുമാനിച്ച പിന്നീട് നിരാശയാകാം. അതുകൊണ്ട് ആദ്യം ടാക്സ് സിസ്റ്റം മനസ്സിലാക്കണം. ഒരു ചോദ്യം, നിങ്ങൾ ജർമ്മനിയിൽ പോകുന്നത് സ്റ്റഡിക്കാണോ, ജോബിനാണോ, നേഴ്സാണോ, അല്ലെങ്കിൽ IT ക്കാണോ, എഞ്ചിനീയർ ആണോ എന്നൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമേ തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ടാക്സ് എന്നുള്ളതാണ്. ടാക്സ് എന്നത് ഗവൺമെന്റിന് നമ്മൾ നൽകുന്ന പണമാണ്. പക്ഷെ അത് ഗവൺമെന്റ് വെറുതെ വാങ്ങുന്നതല്ല. ഈ ടാക്സ് ഉപയോഗിച്ചാണ് റോഡുകള്, സ്കൂളുകള്, യൂണിവേഴ്സിറ്റികള്, പോലീസ്, ഫയർ സർവീസ്, പബ്ലിക് ട്രാൻസ്പോർട്ട്, ഹോസ്പിറ്റൽസ്, ഇൻഫ്രാസ്ട്രക്ചറുകൾ, അഡ്മിനിസ്ട്രേഷനൊക്കെ പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ ടാക്സ് എന്നത് ഒരു കോൺട്രിബ്യൂഷനാണ്. ജർമ്മനിയിൽ എന്തുകൊണ്ടാണ് നമുക്ക് ടാക്സ് കൂടുതലാണെന്ന് തോന്നുന്നത്? പലരും ചോദിക്കും, സാർ ജർമ്മനിയിൽ ടാക്സ് കൂടുതലാണോ? ഉത്തരം, ജർമ്മനിയിൽ ശമ്പളത്തിൽ നിന്ന് ഇൻകം ടാക്സ് മാത്രമല്ല കുറയുന്നത്, മറ്റ് നിർബന്ധിത സാമൂഹിക സംഭാവനകളും സോഷ്യൽ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ടേക്ക് ഹോം സാലറി വളരെ കുറവായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ഗ്രോസ് സാലറി, എന്താണ് നെറ്റ് സാലറി എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഗ്രോസ് സാലറി എന്ന് വെച്ചാൽ കമ്പനി ഓഫർ ചെയ്യുന്ന സാലറി. ഫോർ എക്സാമ്പിൾ 4000 യൂറോ. പക്ഷെ നിങ്ങൾക്ക് അക്കൗണ്ടിൽ 4000 യൂറോ വരില്ല, കാരണം ഡിഡക്ഷൻസ് ഉണ്ടാക്കും. നെറ്റ് സാലറി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ യഥാർത്ഥത്തിൽ എത്തുന്ന തുക. അതുകൊണ്ട് ഓഫർ ലെറ്റർ നോക്കുമ്പോൾ ഗ്രോസ് ആണോ നെറ്റ് ആണോ എന്ന് മനസ്സിലാക്കണം. ഇനി നാലാം നമ്മൾ നോക്കുന്നത് സാലറി സ്ലിപ്പിൽ സാധാരണ കാണുന്ന പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ജർമ്മനി സാലറി സ്ലിപ്പ് തുറന്നാൽ നിങ്ങൾക്ക് ചില പ്രധാന വാക്കുകൾ കാണാൻ പറ്റും. അതിൽ ഒന്നാമത്താണ് ബ്രൂട്ടോ ഗെൽറ്റ്, ഗ്രോസ് സാലറി, നെറ്റോ ഗെഹാൾട്ട്, നെറ്റ് സാലറി, ലോൺ സ്റ്റോയ, ഇൻകം ടാക്സ്, ക്രങ്കൻ ഫർസിഷറും, ഹെൽത്ത് ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ. അതേപോലെ തന്നെ കാണുന്ന ഒരു വേർഡാണ് റെന്റൻ ഫർസിഷറും, പെൻഷൻ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ. അത് കഴിഞ്ഞിട്ട് വേറെ ഉണ്ടാവും ഫ്ലേഗെ ഫർസിഷറും, ലോങ് ടേം കെയർ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ. അതുകൂടാതെ തന്നെ വേറെയുണ്ട് ആർബൈറ്റ്സ്ലോസ് ഫർസിഷറും, അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ. ഇവയെല്ലാം ചേർന്നാണ് നിങ്ങളുടെ ടേക്ക് ഹോം സാലറി രൂപപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാം ടാക്സ് ക്ലാസ്, സ്റ്റോയർ ക്ലാസ് എന്താണ്. ജർമ്മനിയിൽ പലരും കേൾക്കുന്ന ഒരു വാക്കാണിത്, സ്റ്റോയർ ക്ലാസ്. ഇത് നിങ്ങളുടെ വ്യക്തിഗത സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി നികുതി കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഒരു വിഭാഗമാണ്. ഉദാഹരണത്തിന് നിങ്ങൾ സിംഗിൾ ആണോ, മാരീഡ് ആണോ, മറ്റു ചില സാഹചര്യങ്ങളുണ്ടോ, ഇവയെ ആശ്രയിച്ചാണ് അനുയോജ്യമായ ടാക്സ് ക്ലാസ് ഭാഗമാവുന്നത്. പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടാക്സ് ക്ലാസ് എന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല, വ്യക്തിഗത സാഹചര്യങ്ങൾ അനുസരിച്ച് മാറാം. ഇനി സോഷ്യൽ കോൺട്രിബ്യൂഷൻ എന്തുകൊണ്ട് അടയ്ക്കണം എന്നുള്ളതാണ്. ഇത് ടാക്സ് അല്ല, പക്ഷെ ഈ സാലറിയിൽ നിന്ന് കുറയും. കാരണം ജർമ്മനിയിൽ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം ശക്തമാണ്. ഈ കോൺട്രിബ്യൂഷൻ വഴി പല പൊതുസേവനങ്ങളും സാമൂഹിക സുരക്ഷാ പദ്ധതികളും പിന്തുണയ്ക്കപ്പെടുന്നുണ്ട്. ഇനി കുറച്ച് മിത്തുകളുണ്ട്, എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് ബേസിക് മിത്സ്. ഓക്കെ, അതിൽ ഒന്നാമതാണ് ജർമ്മനിയിലെ ടാക്സ് മാത്രം പോകുന്നു, തെറ്റ്. ഗ്രോസ് സാലറി എന്ന് വെച്ചാൽ നെറ്റ് സാലറി ആണ്, തെറ്റ്. മൂന്നാമത്തതാണ് ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ് നമ്മുടെ ഇടുന്ന് എടുക്കുന്ന കാശാണ്, ഒരിക്കലും അത് എടുക്കുന്നത് പൊതുസേവനങ്ങൾക്കും സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾക്കും ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത് പ്രാക്ടിക്കൽ അഡ്വൈസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്. ജർമ്മനിയിൽ ജോബ് ഓഫർ ലഭിച്ചാൽ എപ്പോഴും നോക്കേണ്ടത് ഗ്രോസ് സാലറി എത്രയാണെന്ന് നോക്കുക, എസ്റ്റിമേറ്റഡ് നെറ്റ് സാലറി എത്രയാണെന്ന് നോക്കുക, ലിവിംഗ് കോസ്റ്റ് കമ്പയർ ചെയ്യണം, ടാക്സ് മാത്രം നോക്കാതെ കരിയർ ഗ്രോത്ത് നോക്കുക, ഹെൽത്ത് ഇൻഷുറൻസ്, പെൻഷൻ, സോഷ്യൽ സെക്യൂരിറ്റി എന്നിവയുടെ മൂല്യവും നിങ്ങൾ മനസ്സിലാക്കുക.
ഇന്നത്തെ കാര്യം നമ്മൾ നോക്കി. ടാക്സ് എന്താണ്, ഗ്രോസ് സാലറി എന്താണ്, നെറ്റ് സാലറി എന്താണ്, സാലറി സ്ലിപ്പ് എന്താണ്, ടാക്സ് ക്ലാസ് എന്താണ്, സോഷ്യൽ കൺട്രിബ്യൂഷൻ എന്താണ്, കോമൺ മിത്സ് എന്താണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. സ്നേഹം പറഞ്ഞവരെ, ഈ വീഡിയോ കാണുന്നവരൊക്കെ ജർമ്മൻ റിലേറ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഒരു വീഡിയോ ഉണ്ടാവും. അതുകൊണ്ട് മൺഡേ ടു സാറ്റർഡേ എല്ലാ ദിവസവും 10 മണിക്ക് ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഫ്വിഡസെയ്യൻ, ഗുഡ് നൈറ്റ്. ഐ എം സജിൻ ഫ്രം സേഫ് ഹോം ജർമ്മനി.